ഫ്രണ്ട്സ്, ഇതെൻ്റെ കൂട്ടുകാരി രാഖിയാണ്. ഇവളും ഞാനും കൂടെ ഒന്ന് ക്രിസ്മസ് ആയിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു ആദ്യം ഒന്ന് ഫേഷ്യൽ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഇതാണ് ഇവളുടെ ബ്യൂട്ടി പാർലർ. അപ്പോൾ അതൊന്ന് നോക്കാം. അവൾ പറയും. ഹായ് ഹായ് പറഞ്ഞോളി. ഇന്ന് നമ്മളൊരു നോർമൽ ഫേഷ്യലാണ് ചെയ്യാൻ പോണത്. പിന്നെ നീ ഫേഷ്യലും ചെയ്യൂലേ അശ്വതി? ചെയ്യും, പിന്നെ നിൻ്റെ അടുത്ത് തന്നെ വരും. നമ്മൾ ഫേഷ്യൽ ചെയ്യണം നല്ലതാണ്. കാരണം ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പം നമ്മുടെ സ്കിന്ന് സൂര്യപ്രകാശമൊക്കെ അടിച്ച് മൊത്തം ഡാമേജാണ് നമ്മുടെ സ്കിന്ന്. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒരു ഫേഷ്യൽ ചെയ്യണം നല്ലതാണ്. ഫേഷ്യലോ അല്ലെങ്കിൽ ക്ലീനപ്പോ എന്തെങ്കിലും ചെയ്യണം നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറും. കണ്ണിന് ചുറ്റുള്ള കറുത്ത പാട് അത് അല്പമുണ്ട് ചേച്ചിക്ക്. അപ്പം അത് നമ്മൾ കുറച്ച് ഉറക്കം കൊടുക്കണം. പിന്നെ അതുപോലെ വെള്ളം ശരിക്കും കുടിക്കണം. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ മസാജൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്ന് കുറച്ചുകൂടി ടൈറ്റ് ആവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഫേഷ്യലിലോട്ട് പോവാം. ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്യണം മുഖം ഒന്ന്. കാരണം പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് നമ്മൾ മുഖം ആകെ മൊത്തം ഒരു കരുവാടുപ്പും ഇതൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും വന്നത്. അപ്പോൾ നമ്മളൊന്ന് സ്കിൻ ആദ്യം വൃത്തിയാക്കണം, ക്ലെൻസ് ചെയ്യണം. നടക്കട്ടെ. കുറച്ച് സൗണ്ടിൽ പറയടി. ക്ലെൻസ് ചെയ്യുമ്പോൾ ചെറുതൊരു മസാജ് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ട് വരുന്നത് എൻ്റെ മോളാണ്. ഓട്ടക്കാരിയാണ്, ഓടയും. ക്ലെൻസ് ചെയ്ത് ഇനി അടുത്ത് നമുക്ക് ബ്ലീച്ച് ഇടാം. ബ്ലീച്ച് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലീച്ച് ഇടുന്നത്. പിന്നെ ഈ ബ്ലീച്ച് ഇടുമ്പം ഈ കവിളിലൊക്കെ ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവർക്കും ഈ ചെറിയ ചെറിയ ഹെയർ ഉണ്ടാവുമല്ലോ. അപ്പം അത് ഗോൾഡ് കളറാകും. ചിലർക്ക് അത് ഇഷ്ടമാവില്ല, ബ്രൗൺ കളർ ആവണ്ടെന്ന് പറയും. നമ്മൾ അത് നേരത്തെ ഒന്ന് കുറച്ചെടുക്കും. അപ്പോൾ നിറം കൂട്ടാൻ സഹായിക്കും ബ്ലീച്ച്. അപ്പോൾ നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്ലോ ഒക്കെ കിട്ടണമെങ്കിൽ ഈ ബ്ലീച്ച് ഇട്ടാലേ പറ്റുള്ളൂ. ഗ്ലോ കിട്ടാനും നിറം വയ്ക്കാനും ബ്ലീച്ച്. ബ്ലീച്ച് നമ്മൾ മാസം തോറും ചെയ്യണ്ട. കല്യാണമോ എന്തെങ്കിലും വിശേഷം അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ബ്ലീച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ക്ലീനപ്പോ മസാജോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇപ്പം ചേച്ചിക്ക് ഫങ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം ബ്ലീച്ച് ഇടുന്നത്. അല്ലെങ്കിൽ ചേച്ചി ബ്ലീച്ച് ഇടാറില്ല. പിന്നെ അല്ലാതെ നാച്ചുറൽ ബ്ലീച്ച് ഉണ്ട്. അത് കെമിക്കലല്ല. അത് മുഖത്ത് നല്ല ടാനും കരിവാടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ലാക്ടോ ബ്ലീച്ച്, അതാണ് നാച്ചുറൽ ബ്ലീച്ച്.
നമ്മൾ അതുപോലെ ബ്ലീച്ച് ഇടുമ്പോൾ കണ്ണിൻ്റെ ചുറ്റും ഇടാൻ പാടില്ല. കണ്ണിന് ചുറ്റും ബ്ലീച്ച് ഇടാൻ പാടില്ല. അത് കെമിക്കലല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ പാക്ക് ആയാലും മസാജ് ആയാലും അതുപോലെ ബ്ലീച്ച് ആണെങ്കിലും എന്ത് ചെയ്താലും കഴുത്തിലും കൂടെ ഇടണം. നമ്മൾ ഇടണം. മസാജ് കഴുത്തിലും ചെയ്യണം. അതുപോലെ പാക്ക് ബ്ലീച്ച് എന്താണെങ്കിലും കഴുത്തിൽ കൂടെ ഇടണം. അല്ലെങ്കിൽ കഴുത്തിന് ഒരു നിറം, മുഖത്തിന് വേറെ നിറമായി പോകും. അങ്ങനെ കിടക്കും. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഇടും. ഞാൻ കൈ കൊണ്ടാണ് ചെയ്യണം. അപ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇടാൻ പറ്റൂല കൈ കൊണ്ടാവും. അതുകൊണ്ട് കസ്റ്റമർക്ക് അതാണ് ഇഷ്ടം, കൈ ബ്രഷ്. ഹെയർ ഗോൾഡ് കളർ സ്ക്രബാണ് ചെയ്യുന്നത്. ബ്ലീച്ച് കഴിഞ്ഞ് അടുത്ത് സ്ക്രബ് നമ്മൾ സ്കിന്നിൽ ഡെഡ് സ്കിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യണം. നമ്മളൊന്ന് സ്ക്രബ് ചെയ്യണം. ഇപ്പോൾ ഫേഷ്യൽ ഇപ്പോൾ പാർലറിൽ ഒന്ന് ചേർത്ത് കിടക്കണമെങ്കിൽ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാൻ നമുക്ക്. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ റൗണ്ട് മസാജാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് അത് പറയൂ, അങ്ങനെ പറയൂ. പറയൂടി. കേട്ടിട്ടുണ്ട് സത്യം. മസാജ് ചെയ്യുമ്പോൾ അത് നമ്മൾ കഴുത്തിൽ നിന്ന് വേണം ഇങ്ങോട്ട് തുടങ്ങാം. ഇത് ലാസ്റ്റ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് എൻ്റെ കസ്റ്റമർ. ഫേഷ്യലെല്ലാം കഴിഞ്ഞ് നല്ല സിമ്മിൽ കേട്ടിട്ടുണ്ട്. കൊള്ളാം. നീ അടുത്തിന് നീ വരണം. ഞാൻ വരും. പിന്നെ ഞാൻ വരും. ഇതെൻ്റെ മോളാണ്. മോള് ഇവിടെ രാഗിയുടെ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറ പിള്ളേരെ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ശരി. വൈകിട്ട്